അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില വീടുകളിൽ ചില അനൈക്യങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാറുണ്ട്, സ്വാഭാവികമാണ്. എങ്കിലും അത്തരം വീടുകളിൽ ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും അതിഥികൾ വന്നാൽ ആ അതിഥികളുടേതായ സഹവാസം കൊണ്ട് അത് പരിഹരിക്കപ്പെടുകയും ഉന്നതമായ ഒരു ജീവിതത്തിന് കാരണമായി തീരുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെയുള്ളതായ അതിഥികൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ആവശ്യമായ പരിഗണനയും സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുത്ത് അവർക്ക് ആവശ്യമായ ഒരു സ്വീകരണം തന്നെ നാം അവിടെ ഏർപ്പെടുത്തേണ്ടി വരും. അത് വളരെ നല്ലതാണ്. ഇതുപോലെ വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നു. ആ റമദാനെ സംബന്ധിച്ചിടത്തോളം നമ്മളിലുള്ളതായ പാപക്കറകൾ മുഴുവനും കഴുകി നീക്കി നമ്മെ വലിയൊരു ഉത്തരവാദിത്വമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പാത്രമായി ജീവിക്കുന്ന ഒരു അടിമയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. അതൊരു അതിഥിയാണ്, നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട അതിഥിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാക്കും ഷഹ്റു റമദാൻ, നിങ്ങളിലേക്ക് ഇതാ വിശുദ്ധമായ റമദാൻ കടന്നു വന്നിരിക്കുകയാണ്. ഷഹ്റു ഖൈറിൻ വ ബറക്കത്തിൻ, അത് നന്മയുടെയും ഗുണത്തിന്റെയും മാസമാണ്. യുഗ്ശീകുമുല്ലാഹു ഫീ റഹ്മ വ യുഅഫാ ഫീഹിൽ ഖതായ, ആ വിശുദ്ധമായ റമദാനിൽ നിങ്ങൾക്ക് കാരുണ്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പാപങ്ങളെ ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്യുകയും ചെയ്യും. ഈ അതിഥിയാകുന്ന വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമുക്ക് ധാരാളമായി നൽകുമെന്നും പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുമെന്നുമാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ബോധ്യമാക്കി തരുന്നത്. അപ്പോൾ ഈ അതിഥി എത്രയോ അനുഗ്രഹീതമായ ഒരു അതിഥിയാണ്. ആ അതിഥിക്ക് നാം ഇരിപ്പിടം നൽകണം. ആ ഇരിപ്പിടം ഏതാണ്? നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ഇരിപ്പിടം നൽകണം. ആ ഹൃദയത്തിൽ ഇരിപ്പിടം നൽകുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ നാം ബാഹ്യമായിട്ട് കൊണ്ട് നടക്കുകയും വേണം. അഥവാ നമസ്കാരങ്ങളും നോമ്പുകളും വിശുദ്ധമായ ഖുർആൻ അടക്കം, അതുപോലെ തന്നെ ദിക്റുകൾ, സ്വലാത്തുകൾ, ഇങ്ങനെയുള്ളതായ ധാരാളം അമലുകൾ ചെയ്യണം. ഇതെല്ലാം ഹൃദയത്തിൽ ആ അതിഥിക്ക് സ്ഥാനം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ ഈ അമലുകളൊക്കെ നാം ഉണ്ടാക്കിയെടുത്താൽ നാം ഓരോരുത്തരും രക്ഷപ്പെട്ടവരായി. അപ്പോൾ ആ അതിഥി നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മളെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളതായ ഒരു അതിഥിയെ നാം ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും അതിനെ വെറുപ്പിക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അബ്ഗള ളൈഫ ഫഖദ് അബ്ഗള അല്ലാഹ വമൻ അബ്ഗള അല്ലാഹ അബ്ഗളഹു അല്ലാഹു. ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ അതിഥിയോട് കോപം കാണിച്ചാൽ ആ കോപം കാണിക്കലാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ളതായ കോപം കാണിക്കലാണ്. അങ്ങനെ ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കോപം കാണിച്ചാൽ അല്ലാഹു തആല ആ മനുഷ്യനോടും കോപം കാണിക്കുമെന്ന് അതിഥിയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഒരു അതിഥിയെ മാന്യമായിട്ട് നാം സ്വീകരിക്കണം. ഒരിക്കലും ഒരു അതിഥിയോട് കോപമായ നിലയിൽ പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറിയാലോ അത് അല്ലാഹു തആലയോടുള്ളതായ കോപമായിട്ടാണ് നാം പെരുമാറുന്നത്. അങ്ങനെ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആ മനുഷ്യനോട് കോപമായിട്ട് മാത്രമേ പെരുമാറുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധമായ റമദാൻ അതിഥിയായി നമ്മിലേക്ക് കടന്നു വരികയാണ്. ആ അതിഥിയോട് നാം കോപിഷ്ടമായ നിലയിൽ പെരുമാറരുത്. അങ്ങനെ പെരുമാറിയാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കോപിക്കുമെന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ബോധ്യമാക്കി തരുന്നുണ്ട്, ഇന്നല്ലാഹ ജഅല ശഹ്റ റമദാന മിദ്മാറൻ ലിഖൽഖിഹി, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാനിനെ അവന്റെ സൃഷ്ടികളായ ജനങ്ങൾക്ക് പരിശീലനമായ നിലയിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. യതഖറബൂന ഫീഹി ബിതാഅതിഹി ഇലാ മർളാതിഹി, അതുകൊണ്ട് തന്നെ ആ വിശുദ്ധമായ റമദാനിൽ അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലേക്ക് ആ മനുഷ്യൻ അടുക്കുകയും ചെയ്യും. ഫസബഖ ഖൗമുൻ ഫഫാസു വതഖല്ലഫ ആഖറൂന ഫഖാബു, മുൻഗാമികളായ ആൾക്കാരൊക്കെയും ഇങ്ങനെ ധാരാളം അമലുകൾ ചെയ്തുകൊണ്ട് അവരെല്ലാം വിജയിച്ചവരായി മാറുകയാണ്. എന്നാൽ പിൻഗാമികളോ അവരാകട്ടെ അവർ പരാജിതരായി പോവുകയും ചെയ്തു.
എന്തേ? വിശുദ്ധമായ റമദാനിന് കൊടുക്കേണ്ട ആദരവുകൾ കൊടുത്തുകൊണ്ട് ആ റമദാനിനെ സ്വീകരിക്കാത്തതിൻ്റെ പേരിലാണ് അവരിതാ പരാജയത്തിലേക്ക് പോയത്. ആയതുകൊണ്ട് വിശുദ്ധമായ റമദാനിനെ നാം ബഹുമാനിക്കണം. റമദാൻ ലഭ്യമായാൽ ആ മനുഷ്യന് എല്ലാം സാധ്യമായി, എല്ലാം ലഭ്യമായി കഴിഞ്ഞു. എന്നാൽ ഇതുപോലെയാണ് വിശുദ്ധമായ റമദാൻ 12 മാസങ്ങളിൽ ഏറ്റവും ബൃഹത്തായ മാസമാണ്, ഏറ്റവും ഉന്നതമായ മാസമാണ്. 12 മാസങ്ങളുടെ ഒരു ഹൃദയമാണ് വിശുദ്ധമായ റമദാൻ. ആ റമദാൻ നന്നായി കഴിഞ്ഞാൽ ആ റമദാനിൻ്റെ ബാക്കി എല്ലാ മാസങ്ങളും, ബാക്കി 11 മാസങ്ങളും അത് കാരണമായിട്ട് നന്നാവുകയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് വിശുദ്ധമായ റമദാൻ ഒരു പരിശീലനത്തിൻ്റെ മാസമാണ് എന്ന്. ആ പരിശീലനത്തിലൂടെ ബാക്കിയുള്ളതായ 11 മാസങ്ങളിലും നാം അമൽ ചെയ്യാൻ യോഗ്യരായി തീരണം. എങ്കിൽ മാത്രമേ വിശുദ്ധമായ റമദാൻ നമുക്ക് രക്ഷപ്പെട്ടതായി തീരുകയുള്ളൂ. അങ്ങനെ വിശുദ്ധമായ റമദാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് സംജാതമായി അത് രക്ഷപ്പെടുത്തിയെടുത്താൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൂർണ്ണമാവുകയാണ്. അഥവാ 11 മാസത്തേക്ക് അവന് അമൽ ചെയ്യാനുള്ളതായ ഒരു മാനസിക ശാരീരികമായ ഒരു വഴക്കമുണ്ടായിത്തീരുന്നതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയം ആ മനുഷ്യൻ്റെ ശരീരവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടോ, എത്രത്തോളം സ്ഥാനം അതിനുണ്ടോ, അതേ സ്ഥാനമാണ് വിശുദ്ധമായ റമദാൻ മറ്റു മാസങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. ജുമാ ദിവസത്തെ സംബന്ധിച്ചും പരിചയപ്പെടുത്തി നമുക്ക് അറിയാൻ കഴിയും. ഒരു ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ദിനമാണല്ലോ ജുമാ ദിനം എന്ന് പറയുന്നത്, വെള്ളിയാഴ്ച ദിനം എന്ന് പറയുന്നത്. ആ വെള്ളിയാഴ്ച ആർക്കെങ്കിലും സുരക്ഷിതമായ നിലയിൽ ലഭ്യമായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതായ ദിനങ്ങളിലും അമലുകൾ ചെയ്തുകൊണ്ട് സുരക്ഷിതമാക്കിയെടുക്കാൻ സാധ്യമാകും. ഇതുപോലെ വിശുദ്ധമായ റമദാന്റെ മഹാത്മ്യത ഇതാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിന്റെ രാപകലുകളെ അമലുകൾ കൊണ്ട് സജീവമാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.